നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ഭൂലോക തട്ടിപ്പെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. സർക്കാർ പുറത്തുവിട്ട കണക്ക് അടിസ്ഥാനമില്ലാത്തതാണെന്നും പ്രഖ്യാപനം വെറും PR പ്രചാരണമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പൊങ്ങച്ചമാണെന്നും ദാരിദ്ര്യത്തിൽ നിന്നും മോചിതരായത് മോദി സർക്കാരിന്റെ പദ്ധതികൾ കാരണമാണെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്തെ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 9 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ക്ഷേത്രത്തിലെ ഏകാദശി ചടങ്ങുകൾക്കിടയിലാണ് അപകടമുണ്ടായത്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിവരികയാണ്. സംഭവത്തിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം അവസാനിപ്പിച്ച് ആശാ വർക്കേഴ്സ്. 266 ദിവസം നീണ്ട സമരമാണ് മഹാപ്രതിജ്ഞാ റാലിയോടെ അവസാനിപ്പിച്ചത്. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാ വർക്കേഴ്സിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് പ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സമരം അവസാനിപ്പിക്കുന്നില്ലെന്നും സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കുന്നതുവരെ പുതിയ ഊർജ്ജവുമായി മടങ്ങിവരുമെന്നും സമരസമിതി നേതാവ് S മിനി പറഞ്ഞു. കോഴിക്കോട് കക്കോടിയിൽ വീടിന്റെ മതിലിടിഞ്ഞു വീണ് അപകടത്തിൽ അതിഥി തൊഴിലാളിക്ക് ദാരുണാന്ത്യം. നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒഡീഷ സ്വദേശിയായ ഉദയൻ മാഞ്ചിയാണ് മരിച്ചത്. ഒരു പ്രദേശവാസിക്കും പരിക്കേറ്റിട്ടുണ്ട്. സമീപത്തെ വീടിന്റെ മതിലിടിഞ്ഞു വീണാണ് അപകടം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പുരസ്കാര പ്രഖ്യാപനം നാളെ. മമ്മൂട്ടി മികച്ച നടനാവാൻ സാധ്യത. ഭ്രമയുഗത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടിയെ പരിഗണിക്കാനാണ് സാധ്യത. അന്തിമ പട്ടികയിൽ ടോവിനോ തോമസും ഇടം നേടിയതായി സൂചനയുണ്ട്. അജയന്റെ 2ാം മോഷണത്തിലെ പ്രകടനത്തിനാണ് ടോവിനോയെ പരിഗണിക്കുന്നത്. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് വരുത്തിയ സുപ്രധാന മാറ്റങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഇന്നു മുതൽ ആധാർ കാർഡ് ഹോൾഡർമാർക്ക് അവരുടെ പേര്, വിലാസം, ജനനത്തീയതി, മൊബൈൽ നമ്പർ എന്നിവ ഓൺലൈനായി സ്വയം പരിഷ്കരിക്കാം. ആധാറിൽ മാറ്റങ്ങൾ വരുത്താൻ ഒരു നിശ്ചിത തുക അടയ്ക്കേണ്ടി വരും. ഡെമോഗ്രാഫിക് വിവരങ്ങൾ മാറ്റം വരുത്താൻ 75 രൂപയും ബയോമെട്രിക് അപ്ഡേറ്റിന് 125 രൂപയും നൽകണം. കുട്ടികൾക്ക് ബയോമെട്രിക് അപ്ഡേറ്റുകൾ സൗജന്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരാൾ കൂടി പ്രത്യേക സംഘത്തിന്റെ പിടിയിൽ. ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീർ കുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതായാണ് വിവരം. ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണമെന്ന ദേവസ്വം ബോർഡ് ശുപാർശ നൽകിയത് സുധീഷ് കുമാർ ആയിരുന്നു. പാളികൾ കൊടുത്തുവിടുമ്പോൾ തയ്യാറാക്കിയ മഹസറിലും അന്വേഷണ സംഘം ഗുരുതര വീഴ്ച കണ്ടെത്തി. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്.